ഹലോ, അങ്ങനെ കൂലിയുണ്ട് കേട്ടോ. രാവിലെ 1:30 ആയിരുന്നു ഷോ. ഞാൻ 12 മണിക്ക് സൗദിയിൽ നിന്ന് ഇറങ്ങിയതാണ്. സൗദിയിലില്ലായിരുന്നു ഷോ. സൗദിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദമാമിലില്ലായിരുന്നു. നേരെ ബഹ്റൈനിൽ വന്നാണ് ഈ പടം കണ്ടത്. എൻ്റെ പൊന്നും മോനെ, ഇതേപോലെ കൂറപ്പടം ലോകേഷ് കനകരാജ് ഇതേപോലൊരു പടം എങ്ങനെ എടുത്തെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെ അത് എഴുതി? വൺ ഓഫ് ദ വേഴ്സ്റ്റ് ക്രിയേഷൻ ഓഫ് ലോകേഷ് കനകരാജ്. ഞാൻ മാനഗരം തൊട്ട് ലോകേഷ് കനകരാജിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ ലോകേഷ് കനകരാജിൻ്റെ എല്ലാ പടങ്ങളും കാണാൻ തുടങ്ങിയത് തന്നെ. പിന്നെ കൈദി, വിക്രം, ലിയോ എല്ലാം ഓൾ വർ ദ റൈറ്റിംഗ്, എസ്പെഷ്യലി റൈറ്റിംഗ് വാസ് സ്പ്ലെൻഡിഡ്. ഇതിനകത്ത് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. സ്ക്രിപ്റ്റ് വളരെ മോശം. അതിനകത്ത് നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുന്നില്ല ഒരു സീനിലും. രജനീകാന്ത് വയ്യ കേട്ടോ, രജനീകാന്ത് സാറിന് ഒട്ടും വയ്യ. എങ്ങനെ ഇപ്പോഴും ആ ഒരു റോൾ എടുത്ത് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ചില എക്സ്പ്രഷൻസ് നിങ്ങൾ ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാതിരിക്കാനാണ് നല്ലത്. പാട്ടൊക്കെ ഉണ്ടല്ലോ തുവാലയൊക്കെ വെച്ചിട്ട്, അതിൻ്റെ ഫുൾ പാട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹീ ഈസ് നോട്ട് വെൽ ആക്ച്വലി. പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിലും ദ എൻറ്റയർ മൂവിയിൽ എല്ലാ നറേഷൻ സ്റ്റൈലാണെങ്കിലും അനിരുദ്ധിൻ്റെ മ്യൂസിക് തിരക്കേടില്ലായിരുന്നു. മ്യൂസിക് കാരണമാണ് ഞാൻ ആ പടം 3 മണിക്കൂറത്തെ പടം കണ്ടുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് വെച്ച് ആൾക്കാരൊക്കെ എണ്ണിച്ച് പോയി. ബിക്കോസ് ഒരു എത്തും പിടിയും കിട്ടാത്ത പോലെയാണ് സ്റ്റോറി പോകുന്നത്. വെറുതെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനത്തെ ഒരു സീനും ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും റെലവൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷാബിനെ എവിടുന്നോ കാണിക്കുന്നു, ഷാബിൻ്റെ ക്യാരക്ടർ ഏതൊക്കെ വേർഷനിലാണ് പോകുന്നതെന്ന് കാണിക്കുന്നു. ഈ പടത്തിന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടേക്കുന്ന സാബിനായിരിക്കും. പക്ഷേ സാബിന് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. പടം പോരാ, ഒട്ടും പോരാ. മലങ്കൾട്ടെന്നൊക്കെ പറയാം, സത്യം പറയാമല്ലോ. സ്റ്റൺസ് അൻപരിവാണ്. പക്ഷേ അൻപരിവിൻ്റെ സ്റ്റൺസിൽ എനിക്ക് അൻപരിവിൻ്റെ സ്റ്റൺസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിനകത്ത് ചില സ്റ്റൺസൊക്കെ രജനീകാന്ത് ചെയ്യുന്നത് നമ്മുടെ പണ്ടത്തെ ശിവാജി ആ ഒരു ഇതൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. കൈയൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആൾക്കാർ പറന്നു പോകുന്നു. പിന്നെ എടുത്ത് പറയണം ശ്രുതി ഹസൻ. എൻ്റെ പൊന്നോ, വെറുപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുപ്പിച്ചുള്ളത് കേട്ടോ, വെറുപ്പിച്ചു സീരിയസ്ലി. ചില സീനൊക്കെ ഉണ്ട്. ഒരു സീൻ ഞങ്ങൾ പറഞ്ഞുതരാം. ഒരു സീനിനകത്ത് ഇവളെ ഷാബിനിങ്ങനെ കൊങ്ങെ പിടിക്കാൻ വരുവാണ്. എന്നിട്ട് ഇവളെ പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളിങ്ങനെ നിൽക്കുക, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇല്ല. ഉള്ള സർജറിയും കോപ്പൊക്കെ ചെയ്തിട്ട് ഒരു എക്സ്പ്രഷൻ ഇല്ല. ചിലത് കരയുവാണോ ചിരിക്കുവാണോ നോ ഐഡിയ. പിന്നെ നമ്മുടെ ഉപേന്ദ്ര സാറിനെ പോലൊരു ആക്ടറിനെയൊക്കെ നിങ്ങൾ എന്തിനാണ് എടുത്തത്? എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തോ? അതുമില്ല. കുറച്ച് സീൻസ്. പിന്നെ ഏറ്റവും വലിയ ബ്ലണ്ടർ ആമിർ ഖാൻ. വിക്രത്തിനകത്ത് ക്യാമിയോ ആയിട്ട് വന്ന സൂര്യ പോലാണ് ഇതിനകത്തും ആമിർ ഖാൻ. ഞാൻ സ്പോയിലർ പറയുമല്ലോ, ബിക്കോസ് പടം നിങ്ങളെന്തായാലും ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇതിനകത്ത് ആമിർ ഖാനിനെ നിങ്ങൾ എന്തിനാണ് എടുത്തതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആമിർ ഖാൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് പോലും ഇവർ കൊടുത്തിട്ടില്ല. വെറും ലാസ്റ്റിലൊരു ഉച്ചാളിയേട്ടം കാണിച്ചേക്കുവാണ്. അതേപോലെ തന്നെ നാഗാർജുന, മൈ ഗോഡ്, എന്തുകൂടെ ഇത്? എന്ത് പ്ലോട്ടാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യ ഇവനായിട്ട് അഫെയറിലാണ് 8 വർഷം. ഞാൻ പറയുന്നില്ല, അപരാധമെന്ന് പറയാമല്ലോ, സത്യം പറയാമല്ലോ. ഇരുന്ന് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ആൾ രജനി ഫാനാണ്. ടീഷർട്ട് ഇട്ടുകൊണ്ട് രജനിയുടെ വന്നത്. പക്ഷെ തിരിച്ചു വന്നേരം ഞാൻ ചോദിച്ചു, ആ ചേട്ടാ ടീഷർട്ട് എന്നപ്പാ നല്ല പടമേ ഇല്ലപ്പാ. ഇങ്ങനെ കൊല്ലരെന്ന് എനിക്ക് പറയാനുണ്ട് കേട്ടോ ലോകേഷ് കനകരാജിൻ്റെ അടുത്ത്. പ്ലീസ് നിങ്ങൾ, എനിക്ക് തോന്നുന്നത് ഇയാൾ ഈ LCU ഉണ്ടാക്കി ഓരോരോ യൂണിവേഴ്സ് ഉണ്ടാക്കി ഇപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്നതിന് ഏത് രീതിയിലായിരിക്കും എന്നൊരു പിടിയും കിട്ടുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് പത്തറ്റിക്. അപ്പോൾ കൂലിയെ ഞാൻ 5-1 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലുള്ള അടിപൊളി റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം ബഹ്റൈൻ.